ഈ കുട്ടി ഇത് പറഞ്ഞു, ഇത് വലിയ ചർച്ചാ വിഷയം. അപ്പോൾ ചർച്ചാ വിഷയമാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതിൽ നമുക്ക് വലിയ റോളൊന്നുമില്ല, ഇത് അവർ തമ്മിൽ അടിച്ചോളും എന്നുള്ളതാണ് അവസ്ഥ. സുന്നികൾ ഒരു ഭാഗം, മുജാഹിദ് ജമാഅത്ത് വിഭാഗങ്ങൾ മറ്റൊരു വശത്ത് നിന്നിട്ട് അവർ തമ്മിലായി അടി. ആ അടി എവിടെ വരെ എത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് മറ്റൊരു കള്ളത്തരം കൂടി അവിടെ പുറത്തേക്ക് വരികയാണ്. കാരണം ഈ കുട്ടി ഇത് വന്ന് പറഞ്ഞപ്പോൾ ഈ കുട്ടിയെ വന്ന് തിരുത്തുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത്. ഈ കുട്ടിയെ 16-കാരിയായ കുട്ടിയുടെ ഒരു ബുദ്ധിയില്ലായ്മ എന്നുള്ള രീതിയിലേക്ക് ഇതിനെ പറഞ്ഞു വെക്കുകയാണ്. അതായത് ആ ചോദ്യം ചോദിക്കുന്ന സമയത്ത് തന്നെ അവിടെ അടുത്തിരിക്കുന്ന ആൾ ചോദിക്കണ്ടേ, ഇത്തരം വലിയ സാധനങ്ങളൊക്കെ പറയാൻ മാത്രം ആയോ, അതിന് മാത്രമൊക്കെ നീ വളർന്നോ എന്നുള്ളൊരു ചോദ്യം നിങ്ങൾ കേട്ടില്ല. എനിക്കറിയാം അത്രയ്ക്കൊക്കെ ചിന്തിക്കാനുള്ളൊരു ഇതായിട്ടില്ലല്ലോ ഈ കുട്ടിക്ക്. അത്രയ്ക്കൊക്കെ ഇത് ചിന്തിക്കാനുള്ളത് ആയിട്ടില്ലല്ലോ ഈ കുട്ടിക്കെന്നാണ് അപ്പുറത്തിരിക്കുന്നത്. ഇത് ഹോർത്തൂസ്, മനോരമ ഹോർത്തൂസിൽ വന്ന പരിപാടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ, അതിലെഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയ്ക്കൊക്കെ ചിന്തിക്കാനുള്ള വകുപ്പായോ ഈ കുട്ടിക്ക് എന്ന് അപ്പുറത്തിരിക്കുന്ന ആൾ ചോദിക്കണം. പക്ഷേ ആ ആളെ പോലും ഞെട്ടിച്ചുകൊണ്ടാണ് ഈ കുട്ടി ഉത്തരം പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അത് ഒരു തമാശ. ഇനി പോട്ടെ, ഇത് പറഞ്ഞു വെച്ച് കഴിയുമ്പോൾ ഇവിടെ നമ്മൾ കമ്പയർ ചെയ്യുന്നത് ആരുമായിട്ടാണ്? നമ്മളുടെ മിടുക്കൻ എന്ന് നമ്മളിവിടെ വിളിച്ച ഈ മണ്ടത്തരം പറഞ്ഞ് എഴുന്നള്ളിച്ച് നടന്ന ഈ ചങ്ങാതി, അതായത് ഈ കുട്ടി 13 വയസ്സുകാരനായ മഹാനായ കുട്ടി എന്നാണ് കേരളത്തിലെ ഐൻസ്റ്റീൻ, കേരളത്തിന് പിറക്കാതെ പോയ ഐൻസ്റ്റീൻ എന്നൊക്കെയാണ് വിളിച്ചു പോയിക്കൊണ്ട് നടന്നിരുന്നത്. എന്താണ് ഈ മഹാൻ പറഞ്ഞുകൊണ്ടിരുന്നത്? ഈ കുട്ടി കുട്ടികൾ നല്ല രീതിയിൽ ഇതുപോലെ നല്ല രീതിയിൽ കാര്യങ്ങൾ പറയുക, ഒരു ശാസ്ത്ര വിഷയങ്ങളോട് അല്ലെങ്കിൽ ഏത് തന്നെ വിഷയം ആയിക്കോട്ടെ, ചിത്രവര ആയിക്കോട്ടെ അല്ലെങ്കിൽ പാട്ട് പാടുന്ന ആയിക്കോട്ടെ, അത്തരത്തിലുള്ള കഴിവുകൾ ഉണ്ടാവുക, അതിനു വേണ്ടി കൂടുതൽ സമയം ചെലവഴിക്കുക, പല രീതിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പം ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടാവുന്നു, കണക്ക് വലിയ തോതിൽ കൂട്ടുന്ന കുട്ടികളെ നമ്മൾ കാണുന്നു, ചിത്രം നല്ല രീതിയിൽ വരയ്ക്കുന്ന കുട്ടികളെ കാണുന്നു, പാട്ട് പാടുന്ന കുട്ടികളെ ഇതെല്ലാം നമ്മൾ കാണാറുണ്ട്. എന്ന് പറഞ്ഞ മാതിരി ഈ കുട്ടിക്ക് ശാസ്ത്രത്തിൽ, ഫിസിക്സിൽ കുറച്ചധികം താല്പര്യം, അതിനു വേണ്ടിയിട്ട് സമയം ചെലവഴിക്കുന്നു. അങ്ങനെ ഈ കുട്ടിയെ കൊണ്ട് പലതും പറയിപ്പിക്കുന്നു. എന്തെല്ലാം പറഞ്ഞു, 10 ലക്ഷത്തിൻ്റെ എന്തോ സാധനം കിട്ടിയെന്ന് പറഞ്ഞു. അതിൻ്റെ സത്യാവസ്ഥ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അത് ഒളിമ്പിയാഡിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു ഗ്രാൻഡ്, അത്രയേ ഉള്ളൂ. അല്ലാതെ ഒരു പേപ്പറും പബ്ലിഷ് ചെയ്തിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. അതേപോലെ സ്വന്തമായിട്ട് കമ്പ്യൂട്ടർ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. എന്താ കമ്പ്യൂട്ടർ ഉണ്ടാക്കിയെന്ന് ചോദിച്ചപ്പോൾ കുട്ടി തന്നെ പറയുന്നുണ്ട്, അത് എനിക്ക് വേണ്ട സാധനമൊക്കെ ഞാൻ ലിസ്റ്റ് ഇട്ട് കൊടുത്ത് ബാപ്പ പോയി വാങ്ങിച്ചുകൊണ്ട് വന്ന് വേറൊരാൾ അസംബിൾ ചെയ്ത് തന്നു. ഇതിനെയാണ് സ്വന്തമായിട്ട് കമ്പ്യൂട്ടറിനെ. ഇതൊക്കെ തന്നെയല്ലേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന കമ്പ്യൂട്ടർ അത് തന്നെയാണല്ലോ. അപ്പോൾ ഇമ്മാതിരി ആളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരു 13 വയസ്സുകാരൻ, ബുദ്ധിമാൻ എന്നൊക്കെ പറഞ്ഞ്, അത്ഭുത ബാലൻ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങ് കൊണ്ടുപോവുകയാണ്.